രാകേഷുമായിട്ട് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ഷീലയെ കല്യാണം കഴിക്കും. ഇന്നു മുതൽ ഞാനും നീയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. 200 crores എന്റെ കൂടെ 5 വർഷം നിന്നതിനുള്ള പ്രതിഫലം. 200 കോടി എന്നെ സംബന്ധിച്ച് വെറും കടലാസ് മാത്രമാണ്. സോ കീപ് ദ ചേഞ്ച്. മിസ്റ്റർ രാഹുൽ പ്രോപ്പർട്ടിയുടെ 70% കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. രാഹുൽ ഷീലയുടെ മുന്നിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഇപ്പം മെസ്സേജ് ചെയ്തിട്ട് പൈസ ചോദിക്കുന്നു. ഇത്തരം ആളുകൾ എത്ര വേണമെങ്കിലും അവരുടെ തനി സ്വഭാവം ഷീല സാറിന് ഡിവോഴ്സ് ചെയ്തതുകൊണ്ട് 20 crores പ്രൊജക്ട് ഇനി അവർക്ക് കൊടുക്കുന്നുണ്ടോ സർ? പ്രോജക്ട് ഷീലയ്ക്ക് തന്നെ കിട്ടുന്നത്. അല്ല സർ, ഷീല സാറിന് ജസ്റ്റ് ഫോളോ മൈ ഓർഡർ ആനന്ദി. യെസ് സർ. ഞാൻ രാകേഷിനെ ഡിവോഴ്സ് ചെയ്തത് ശരിയായൊരു തീരുമാനമല്ലേ? മാമിന് രാഹുലിനെ പോലത്തെ ആളുകൾ മാത്രമേ ചേരുള്ളൂ. പവറും പണവും സ്റ്റൈലും എല്ലാം അവൻ്റെ അടുത്തുണ്ട്. സാറിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട് എനിക്ക്, വിത്ത് യുവർ പെർമിഷൻ. ചോദിക്കേ. സാറ് ഷീലയോട് സത്യം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഷീല ഞാൻ ഒന്നുമില്ലാത്തവനാണെന്ന് മനസ്സിലാക്കി. പിന്നെ രാഹുലിന് വേണ്ടി എന്നെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഷീലന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് മാത്രം ഞാൻ അവളുടെ ബിസിനസ് ഉയരങ്ങളിലേക്ക് എത്തിച്ചു. അവളുടെ ബിസിനസ് മണ്ണിൽ അലിഞ്ഞു കഴിയുമ്പോൾ അവൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് തുടങ്ങും. ഷീലയുടെ വിശ്വാസം നേടിയെടുക്കണം. എങ്ങനെ 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 നേടും? യെസ്, നാളെ ഇവന്റിന് മുമ്പായി ഞാൻ 20,000 കോടിയുടെ പ്രോജക്റ്റിൽ നിന്ന് പിൻവാങ്ങായിരിക്കും. ഷീലയ്ക്ക് ജയിക്കാനായിട്ട് മാത്രം. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ആ രാകേഷിൽ എന്ത് കണ്ടിട്ടാണോ അവൾ അവനെ കല്യാണം കഴിച്ചത്? രാകേഷുമായിട്ട് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഞാൻ ഷീലയെ കല്യാണം കഴിക്കും. യെസ്, നാളെ എന്നെ ആ കുമാർ, ആ അർജുന്റെ ഫാമിലിയുമായിട്ട് എന്നെ ഒരു പ്രാവശ്യം ഒന്ന് മീറ്റ് ചെയ്യിപ്പിച്ച് തന്നാൽ മതി. പിന്നെ നോക്കിക്കോ, അയാളെ ഞാൻ എങ്ങനെയാ ഇംപ്രസ് ചെയ്യുന്നതെന്ന് എല്ലാവരും കാണും. ഷീല എന്നും എൻ്റേത് മാത്രമായിരിക്കും. ആനന്ദി സംസാരിച്ചു. സർ, രാകേഷ്, ഇത് ഷീലയുടെ അമ്മയല്ലേ? ഇന്നലെയല്ലേ നീ ഷീലയുമായിട്ടുള്ള ഡിവോഴ്സ് പേപ്പർ സൈൻ ചെയ്തത്? എന്നിട്ടിന്ന് ഈ പെൺകുട്ടിയായിട്ട് ഡേറ്റിന് വന്നിരിക്കുന്നു. മോം, ഞാൻ ഡേറ്റിങ്ങിന് വേണ്ടി വന്നതല്ല. പിന്നെ നിങ്ങളുടെ മകളെ ഞാനല്ല ഡിവോഴ്സ് ചെയ്തത്, വേറൊരുത്തിന് വേണ്ടി അവളാണ്. മിണ്ടരുത്, ലോയർ, ചതിയൻ, നുണ പറയാണ്. എന്നെ ഇനി മോംന്ന് വിളിക്കരുത്. എന്റെ മോള് ചെയ്തത് ശരിയാ, നിന്നെ ഡിവോഴ്സ് ചെയ്തല്ലോ. തെറ്റെന്റേത് മാത്രാ. നിന്നെ പോലെ ഒരുത്തന്നെ ഞാൻ മരുമകനാക്കിയല്ലോ. രാകേഷ്, കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ സിസ്റ്റർ നിനക്ക് വേണ്ടി ചെലവഴിച്ച എല്ലാ പൈസയും എനിക്ക് തിരിച്ചു വേണം. അവളുടെ കാശിന് ജീവിച്ചിട്ട് ഇപ്പൊ ഇവളുടെ പുറകെയാണ്. നാക്കടക്കി നിർത്തിക്കോ, മനസ്സിലായല്ലോ? രാകേഷ് സാർ ആരാണെന്ന് അറിയോ തനിക്ക്? യു ഷട്ട് അപ്പ്. നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായിട്ട് അറിയാം. ആനന്ദിയെ ഇൻസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. പിന്നെ അരവിന്ദ്, 5 വർഷം നിന്റെ പെങ്ങളുടെ ചെലവിലല്ല ഞാൻ ജീവിച്ചത്. നീ മിണ്ടാതിരിക്കേ. എന്റെ സിസ്റ്ററുടെ പണം എല്ലാം തിരിച്ചു താത്താ. ഈ ബ്രേസ്ലെറ്റ് അവളുടെയാ. നീ ഇത് അവളുടെ നിന്ന് മോഷ്ടിച്ചല്ലേ? വെറുതെ കാര്യം അറിയാതെ സംസാരിക്കേണ്ടത്. എന്റെ അമ്മയുടെ ബ്രേസ്ലെറ്റാ. മര്യാദയ്ക്ക് എനിക്ക് തിരിച്ചതാ. തിരിച്ചു തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? തിരിച്ചു താ. തിരിച്ചു വേണല്ലേ? ബ്രേസ്ലെറ്റ് എടുത്തോ. ഞാൻ എന്റെ ദേഷ്യം എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ നീയായിട്ടത് ഇല്ലാതാക്കാൻ നോക്കുവാണല്ലേ? രാകേഷ്, സാറിന് ഓർത്ത ഇത്ര നേരം മര്യാദയ്ക്ക് സംസാരിച്ചത്. നിങ്ങൾക്ക് 2 പേർക്ക് ഇനി മാപ്പില്ല. സെക്യൂരിറ്റി, ഇവരെ പിടിച്ച് പുറത്താക്ക്. എന്താ ഇവളീ പറയുന്നേ? രാകേഷ്, നീ എന്തൊക്കെ ഈ കാണിക്കുന്നേ? ഈ ഭ്രാന്തി പെണ്ണിന് വേണ്ടിയാണോ നീ എന്നെ അപമാനിക്കുന്നത്? മതി. ഒരു പെണ്ണായിട്ട് മറ്റൊരു പെണ്ണിനെ അപമാനിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ആനന്ദി, ഇവരുടെ റിലേഷൻ ആണെന്നുള്ള കാര്യം മറന്നേക്ക്. ഹോസ്പിറ്റലിൽ പോണോ? ഞങ്ങൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകണം? എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടും. ആനന്ദി,
സർ ഇവരൊരു പാട് പഠിപ്പിക്കണം സർ. മാം അവിടെ നോക്കൂ, വെസ്റ്റ് ഡൽഹിയിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്മാൻ ആണ് അലക്സ് പാണ്ഡ്യൻ ഫ്രം പാണ്ഡ്യൻ ഇൻഡസ്ട്രീസ്, അരുൺ കുമാർ ഫ്രം കുമാർ ഗ്രൂപ്പ്, കൃഷ്ണമൂർത്തി ഫ്രം മൂർത്തി ഗ്രൂപ്പ്. ഗുഡ് ഈവനിങ് ജെന്റിൽമാൻ, ഹൗ ആർ യു? എന്റെ മുന്നിൽ സൗത്ത് ഡൽഹിയിലെ വലിയ വലിയ ആളുകളല്ലേ നിൽക്കുന്നത്. ആൻഡ് എന്റെ ഈ പുതിയ പ്രൊജക്ടിനെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അത് പിന്നെ നിങ്ങളെ പോലെ വലിയൊരു സിഐയോട് വർക്ക് ചെയ്യാൻ ആരാണ് ആഗ്രഹിക്കാത്ത ഷീല? നിങ്ങളെ സാർ അത്രമാത്രം വിശ്വസിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതിരിക്കുമോ? താങ്ക് യു. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കാണ്. താങ്ക് യു സോ മച്ച്. ഷീല മാം, നിങ്ങളുടെ എക്സ് ലൂസർ ഹസ്ബൻഡ് ഇവിടെ എന്താ ചെയ്യുന്നത്? എക്സ്ക്യൂസ് മീ ഫോർ എ സെക്കൻഡ്. നീ ഇവിടെ എന്ത് ചെയ്യ? നിന്നെ പോലുള്ള ആളുകൾക്ക് വേണ്ടി ഉള്ളതല്ല ഈ പാർട്ടി എന്നറിയില്ലേ? എന്നെ ഫോളോ ചെയ്ത് എല്ലായിടത്തും വരാണോ നീ? പിന്നെ ഈ സ്യൂട്ടൊക്കെ നീ എവിടെന്നാ വാടകയ്ക്ക് എടുത്തത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നീ തന്ന ഡിവോഴ്സ് പേപ്പറിൽ ഞാൻ സൈൻ ചെയ്തതാ. ഞാൻ എവിടെ പോണോ, എന്ത് ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് നൺ ഓഫ് യുവർ ബിസിനസ്. ഹലോ ഹലോ ഷീല മോളെ, ഞാനും അരവിന്ദും ഹോസ്പിറ്റലാണ്. രാകേഷിനെ ഒരു പെണ്ണിന്റെ കൂടെ കണ്ടിരുന്നു. ആ പെണ്ണ് ആരാണെന്ന് ഞാനൊന്ന് ചോദിച്ചു പോയി. അതിന് ആ ഭദ്രകാളി എന്നെ കൊല്ലാൻ വന്നു. അതിനുശേഷം ആ രാകേഷ് അരവിന്ദനെ ഒരുപാട് തല്ലി. അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ട് നീ എന്റെ അമ്മയും ചേട്ടനെ ഉപദ്രവിച്ചത്? ഒരുപാട് ശബ്ദം ഉണ്ടാക്കല്ലേ. അത് നീ അവരെന്താ ചെയ്തെന്ന് ചോദിച്ചു നോക്ക്. അവരെന്ത് തന്നെ ചെയ്താലും അതൊക്കെ നീ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അല്ല, മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മാത്രം നിനക്ക് അറിയുള്ളൂ. നിന്നെപ്പോലെ ഇത്രയും മോശപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഐ കാൻ ബിലീവ് ഞാൻ നിന്നെപ്പോലെ ഒരുത്തനെയാണല്ലോ കല്യാണം കഴിച്ചത്. അവരെന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. കൂടെ ഉണ്ടായിരുന്ന ആനന്ദിയെ അവരെ അപമാനിച്ചു. മാത്രമല്ല എൻ്റെ അമ്മ തന്ന ബ്രേസ്ലെറ്റ് അവർ പൊട്ടിച്ചു. കലാ മാമിനെ അരവിന്ദ് സാറിനെയും കൈവയ്ക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അവര് ഷീല മാമിന്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്. അവരേത് പെണ്ണിനെയാണോ അപമാനിച്ചത്, അവൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരാളാണ്. വാവ്, ഡിവോഴ്സ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ നീ അടുത്ത ആളെ കണ്ടുപിടിച്ച് കറങ്ങാൻ തുടങ്ങിയല്ലേ? പിന്നെ നീ എന്റെ അമ്മേനെയും ബ്രദറിനെ ഒക്കെ ഉപദ്രവിച്ചിട്ട് അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമല്ലേ? നിനക്ക് കുറച്ചെങ്കിലും മര്യാദ ഉണ്ടെങ്കിൽ നീ അവരോട് പോയി മാപ്പ് ചോദിച്ചിട്ട് വാ. അവര് രണ്ടുപേരും എന്നോടാണ് മാപ്പ് ചോദിക്കേണ്ടത്. മാപ്പ് ശരിക്കും നീ ഞങ്ങളോടല്ലേ ചോദിക്കേണ്ടത്? നിന്നെപ്പോലുള്ളൊരുത്തിനെ ക്ഷണിച്ചത് ഞങ്ങളാണ്. നിന്റെ മാനം വിട്ടിട്ടാണോ നീ ഡ്രസ്സ് വാങ്ങിയത്? ഷീല നിനക്ക് ഒരുപാട് കാശ് തന്ന് സഹായിച്ചില്ലേ? നിനക്കൊരു വളർത്തു നായെ പോലെ സ്വല്പം നന്ദി കാണിച്ചൂടെ? ഭ്രാന്ത് പിടിച്ച നായ്ക്കളെ പോലെ നിന്ന് കുറയ്ക്കാതാ. നീ ശീലി ഒരുങ്ങി വന്ന ഈ ഈവന്റില്ലേ, അതിവിടെ നടക്കാൻ പോകുന്നത് ഞാൻ കാരണം. വേണമെങ്കിൽ കുമാറിനോട് പോയി ചോദിക്കും. കോൺഫിഡൻസ്, ഈ പയ്യന്റെ കോൺഫിഡൻസ് നിങ്ങളൊന്ന് കണ്ടോ? പോക്കറ്റിലാണെങ്കിൽ നയാ പൈസ ഇല്ല, പക്ഷെ താജ്മഹൽ തന്നെ ഇവന്റെ സ്വന്തമാണെന്ന് പോലെ സംസാരിക്കുന്നത്. വാ, ഞാൻ ചില്ലറില്ലാത്തവനല്ലടാ, നിന്റെ അച്ഛനെ ചില്ലറ കൊടുക്കുന്നവനാ. എന്റെ ചെരുപ്പ് നിന്നെ കൊണ്ട് ഞാൻ തുടപ്പിക്കും, നീ കണ്ടോ? ഷീലയുടെ എക്സ് ഹസ്ബൻഡ് ഇവിടെ കാര്യമില്ലാണ്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കുക. മിസ്റ്റർ കുമാറിനെങ്ങാനും അദ്ദേഹത്തിന്റെ പേര് ഇവനെ പോലുള്ള ഒരുത്തം മോശമാക്കുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ പിടിച്ച് കശക്കി കുപ്പ വണ്ടിയിൽ ഇട്ടുകൊണ്ട് പോകും അദ്ദേഹം. അരുൺ കുമാർ, കുറച്ചു നേരം നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? ഞാൻ പറയുന്നത് മാത്രമേ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. രാകേഷ്, ഇനി നീ ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്. എന്റെ അടി വാങ്ങിയിട്ട് പോലും നിനക്ക് ബുദ്ധി നേരെയായില്ല. ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയാലാണോ നിനക്ക് ബോധം വെക്കാൻ? ഒരു കാര്യമില്ലാതെ നീ ഇവിടെയൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചോടാ. ഇപ്പൊ തന്നെ നീ അവരോട് മുട്ടുകുത്തി മാപ്പപേക്ഷിക്കുന്ന നല്ലത്. അലക്സ്, നിനക്ക് ഞാൻ പിച്ച പോലും തരാൻ ആഗ്രഹിക്കുന്നില്ല. ആ നീയാണോ എൻ്റെ അടുത്ത്? അപ്പോൾ അലക്സ് പാണ്ഡ്യനെ പോലുള്ള വലിയ ബിസിനസ്മാന്മാർക്ക് നീ പിച്ചയിടുമെന്നാണോ പറയുന്നത്? അരുൺ കുമാർ കുമാർ ഇൻഡസ്ട്രിയുടെ ബോസാണ്. ഇദ്ദേഹത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ പറ. കുറുമ്പൊരിക്കലും ആനയ്ക്ക് സമമാവില്ല. എന്നെ സംബന്ധിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ. അപ്പൊ ഞാനും കൃഷ്ണമൂർത്തി, മൂർത്തി ഗ്രൂപ്പിന്റെ ഓണർ,
ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി എന്താ നിനക്ക് പറയാനുള്ള വെച്ചാൽ പറ. ചില്ലറയെല്ലാം ഒന്നിച്ചു ചേർന്ന് കഴിഞ്ഞാൽ അതിൽ ശബ്ദം മാത്രമല്ലേ ഉണ്ടാവും. അതൊരിക്കലും നോട്ടായിട്ട് മാറാൻ പോകുന്നില്ല. ശരിയല്ലേ? നിനക്ക് ആരോട് സംസാരിക്കുന്നതെന്ന് വല്ല ബോധമുണ്ടോ? സൗത്ത് ഡൽഹിയിൽ തന്നെയുള്ള വലിയ വലിയ ആളുകളാണ് ഇവരൊക്കെ. മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ ക്ഷമ ചോദിച്ചോ, ഇല്ലെങ്കിൽ കൈ ഞൊടിക്കുന്ന നേരം കൊണ്ട് നീ പുറത്താകൂ ഇവിടുന്ന്. പറഞ്ഞത് മനസ്സിലായോ? ഞാൻ മാപ്പ് ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എല്ലാവരും കൂടി എന്നെ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഞാനും ഈ 3 പേരുടെ കൂടെ തന്നെ. പക്ഷെ ഇന്ന് നൈറ്റ് മിസ്റ്റർ കുമാർ അവരുടെ കൂടെ ഒരു വിശിഷ്ടാതിഥിയും കൊണ്ടാണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സണാലിറ്റി. അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ എല്ലാവരും ഒന്ന് ഞെട്ടും. ഒരുപക്ഷെ അർജുൻ എംപയർ സൗത്ത് ഡൽഹിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഡൽഹി മുഴുവൻ നമ്മുടെ കാൽ കീഴിലാകും. ഈ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്നൊരു പഴമൊഴി പറയാറില്ല, അതുപോലെയാണ് നിങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. മതി, ഒരുപാടായി. ഇന്ന് മുതൽ 12 ദിവസത്തിനുള്ളിൽ നിനക്കുള്ള മറുപടി കിട്ടും. ഗാഡ്സ്, അവൻ ജീവന് വേണ്ടി നിലവിളിക്കുന്നത് വരെ അവനെ അടിച്ചുകൊണ്ടേ ഇരിക്കണം നിങ്ങൾ. മനസ്സിലായോ? അവന്റെ കാലടിച്ച് തകർത്തേക്ക്. നിർത്തുന്നുണ്ടോ? രാകേഷ് സാർ എത്ര വലിയ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അല്ല, നീ ആരാ ഈ പിച്ചക്കാരനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഈ രാഹുൽ സെൽവം, മര്യാദയ്ക്ക് രാകേഷ് സാറിനോട് മാപ്പ് പറയും. തന്റെ കുടുംബവും ജീവിതവും ബിസിനസ്സും നശിക്കാതിരിക്കാൻ രാകേഷ് സാറിനോട് മാപ്പ് പറയും. ഇപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ ഈ തെണ്ടിച്ചക്കന്റെ മുമ്പിൽ ഇപ്പൊ ഇവിടെ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവൻ എന്റെ ജീവിതം തകർക്കുമെന്നാണോ? എന്റെ ഫാമിലിയോ തകർക്കുമെന്നാണോ? ശരിക്കും സീരിയസ് ആയിട്ട്? തനിക്ക് സംശയമുണ്ടോ? ഒരു മിനിറ്റ്. രാകേഷിനെ പറ്റി ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം നീ ആരാ? അർജുന്റെ കമ്പനി സൗത്ത് ഡൽഹിയിൽ ഫുൾ ആയിട്ടുണ്ട്. മിസ്റ്റർ കുമാർ നമ്മളെ തന്നെയായിരിക്കും സപ്പോർട്ട് ചെയ്യുക. അതുകൂടാതെ ഇന്ന് അർജുൻ ഫാമിലിയിൽ നിന്ന് വളരെ വിശേഷപ്പെട്ട ഒരാൾ കൂടി ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊക്കെ വലിയ ആൾക്കാരായി മാറും. ഈ തെണ്ടിയെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പുറത്താക്കും. രാഹുൽ, പിന്നിലേക്ക് പോ. നീ എന്നെ തടുക്കാറായി അല്ലേ? അതും എന്നെ. ഒരടി മുന്നോട്ട് വെച്ചാൽ നിങ്ങളെ തീർത്ത് കളയുന്ന. രാകേഷ്, നീ വീണ്ടും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ നോക്കുന്നത്? ഈ പെണ്ണിന്റെ ഒപ്പമാണോ എന്റെ അമ്മയും ബ്രദറും നിന്നെ കണ്ടത്? ആരാ ഇവിടെ? ആനന്ദി, കുമാറിന്റെ കൂടെയും രാഹുലിന്റെ അച്ഛൻ സഞ്ജയ് രാമസ്വാമിയുടെ കൂടെയും ഇന്ന് രാത്രി മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ഐ വാണ്ട് ദം ഹിയർ. ഞാൻ ആരാണെന്നുള്ള സത്യം ഇവരോട് പറയേണ്ട സമയമായെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നേ. ഞാനും കൂടി ഒന്ന് കാണട്ടെ നിങ്ങൾക്ക് എത്രത്തോളം ധൈര്യം ഉണ്ടെന്ന്. സഞ്ജയ് സർ, സർ രാമസ്വാമി ഗ്രൂപ്പിന്റെ ഓണറാണ്. ഇന്ന് ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോ സർ അറ്റൻഡ് ചെയ്യുന്നില്ലത്? എന്റെ മകൻ രാഹുൽ അവിടെയാണുള്ളത്. ഞാനും ഇപ്പൊ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഒരുപാട് വർഷക്കാലമായി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ്. രാമസ്വാമി ഗ്രൂപ്പ് എത്രത്തോളം ഉയരത്തിലെത്തണോ അത്രത്തോളം വളർന്നിരിക്കുകയാണത്. ഈ അലക്സും ആളുകളും എല്ലാം അനുനിമിഷം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കുമാർ സാറിന്റെ മുഴുവൻ സപ്പോർട്ടും നമുക്കാണുള്ളത്. ഇൻഡീഡ് സർ. സർ ഒരാൾ കാരണം മാത്രമാണ് രാമസ്വാമി ഗ്രൂപ്പ് ഇത്രയും ഉയരത്തിലെത്തിയത്. അല്ല സാറാ, ഇന്ന് അവിടെ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് അർജുൻ ഡൈനസ്റ്റിയാണ്. ഉള്ളതിൽ പവർഫുൾ ആയിട്ടുള്ളത് അവരാണ്. സർ, അർജുൻ ഡൈനസ്റ്റിയുടെ ആ മിസ്റ്റീരിയസ് പേഴ്സൺ ആരും തന്നെ കണ്ടിട്ടില്ല സർ. അവര് വളരെയധികം പവർഫുൾ ആണെന്നാ കേട്ടത്. ആ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ഒരു മെമ്പർ ഏകദേശം 5 വർഷമായി കാണാതായിട്ട്. നിനക്കൊരു കാര്യം അറിയോ? ഇന്ന് വൈകുന്നേരം അദ്ദേഹം വരുന്നുണ്ട് ആ ഇവന്റിൽ പങ്കെടുക്കാനായി. റശ്മി, ഒരുപക്ഷെ രാമസ്വാമി ഗ്രൂപ്പ് അർജുൻ ഡൈനസ്റ്റിയുടെ വിശ്വാസം കയ്യിലെടുത്താൽ ഒന്നാലോചിച്ച് നോക്ക്. രാമസ്വാമി ഗ്രൂപ്പ് ഡൽഹിയിലെ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിലൊന്നായി മാറിയിരിക്കും. ഹീറോയെ പോലെയാണല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ്. പക്ഷെ നിന്റെ ബാങ്ക് ബാലൻസ് നിന്നെ പോലെ തന്നെ 0 ആണ്. സമയത്രേ. എന്തിനാടാ? ശരി, പറഞ്ഞുതരാം.
7 മണി കഴിഞ്ഞ് 50 മിനിറ്റായി. നിനക്കിനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞാൽ മണി 8 ആവും. നമുക്കപ്പം കാണാം ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്ന്, ആരാ തോക്കാൻ പോകുന്നതെന്നും കാണാലോ. ആ കുമാർ സാർ. ആ ഗുഡ് ഈവനിങ് സാർ. രാഹുൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ദേഷ്യപ്പെടുത്തിയിരിക്കുക. 10 മിനിറ്റിനകത്ത് നിങ്ങൾ ഇവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം ബാക്കി കാണില്ല. സാർ ഐ വിൽ ബി ദെയർ 7 മിനിറ്റ് സാർ. 7 മിനിറ്റും ഇല്ലാത്ത സാർ. വാട്ട് ഹാപ്പൻ സർ? അറിയില്ല, രാഹുൽ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. രാകേഷ്, ഐ ലൈക്ക് ഇറ്റ്. രാമസ്വാമി ഗ്രൂപ്പിന്റെ എല്ലാ ഷെയർസും കാറ്റിൽ പറക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സാറാ, ഇൻവിറ്റേഷൻ കിട്ടിയോ? ഗോട്ട് ദ ഇൻവിറ്റേഷൻ. ഇൻട്രസ്റ്റിംഗ്. ഞാനിപ്പോ അവിടെ എത്താം. രാകേഷിനെ പറ്റി എന്താണോ ചിന്തിച്ചത് അതിനേക്കാളും ഇൻട്രസ്റ്റിംഗും അമേസിംഗുമാണ്. അവരെ പറ്റി ഇനിയും അറിഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോയേനെ. രാകേഷ് ഇനി ഇവിടെ എല്ലാവരുടെ മുമ്പിൽ കിടന്ന് നാണം കെടാതെ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? എന്റെ പ്രോജക്ടിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോവാണ്. സോ പ്ലീസ് ഗെറ്റ് ഈ ഔട്ട്. 20,000 കോടി പ്രോഫിറ്റ് ഉള്ള പ്രൊജക്ടിനെ പറ്റിയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഓഫ് കോഴ്സ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? നിനക്ക് അതിൽ നിന്ന് 1 രൂപ പോലും കിട്ടാൻ പോകുന്നില്ല. ഈ പ്രൊജക്ട് നിനക്ക് എങ്ങനെ കിട്ടിയതാണെന്ന് ഞാൻ ഒരിക്കലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ നീ സത്യം മനസ്സിലാക്കിയ പിന്നെ നീ ഒരു അവസരം ചോദിച്ചാൽ എൻ്റെ അടുത്തേക്ക് തന്നെയായിരിക്കും വരുന്നത്. രാകേഷ്, ഈ VIP ചെയർ മിസ്റ്റർ കുമാറിനുള്ളത് മാത്രമാണ്. നീ അതിൽ ഇരിക്കാൻ പാടില്ല. ആരുടെ കൽപ്പന എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കൽപ്പിക്കുന്നത് ഞാനാ. How dare you sit on that chair? ആ ചെയർ ആർക്കുള്ളതാണെന്ന് അറിയാമോ? മിസ്റ്റർ കുമാറിനുള്ളത് മാത്രം. അവിടുന്ന് ഇറങ്ങടാ. ആ കസേര കുമാർ സാറിന്റെ ആടാ. നിന്നെ പോലുള്ള ഒരുത്തൻ ആ സിംഹാസനത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയുണ്ടെന്നറിയോ? രാജസിംഹാസനത്തിൽ കുരങ്ങിയിരിക്കുന്ന പോലെയാ. നിങ്ങളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? മൗനമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ആയുധമെന്ന്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ ഈ പറയുന്ന കുമാർ എൻ്റെ മുന്നിൽ വെറും നായയ്ക്ക് സമമാണ്. മനസ്സിലായോ? അതിന് നീ ഇവിടുന്ന് ജീവനോടെ പോയിട്ട് വേണ്ട മോനെ. നിന്റെ ഡെഡ് ബോഡി പോലും ബാക്കി കാണില്ല. ഈ പാർട്ടിക്ക് വന്ന എല്ലാവരും ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെന്നല്ലാതെ ആർക്കും ആത്മാഭിമാനം എന്നൊന്നില്ല. പണം സമ്പാദിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആത്മാഭിമാനം എന്നുള്ളത് സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് എന്തായാലും അതില്ല. നീ എന്താടാ മദ്യപിച്ചിട്ടാണോ വന്നത്? എന്താടാ വെളിവില്ലാതെ സംസാരിക്കുന്നത്? രാകേഷ് സാർ ആരാണെന്ന് മനസ്സിലായ നിമിഷം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നതെന്ന്. വാട്ട്? രാകേഷ് സാറോ? നീയും ഈ തെണ്ടി പറഞ്ഞൊക്കെ വിശ്വസിക്കുകയാണോ? നീ ഇപ്പൊ അവനെ സാറെന്നൊക്കെയാണോ വിളിക്കുന്നത്? ഇവ 5 വർഷമായിട്ട് അവന്റെ ഭാര്യയുടെ ചെലവിലാണ് ഇതുവരെ ജീവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ദയ കൊണ്ട് ജീവിക്കുന്നത് ഇപ്പം നിങ്ങളെല്ലാവരുമാണ്. ഇന്ന് ഷീലയുടെ കുടുംബം ഈ നിലയ്ക്ക് എത്താൻ തന്നെ കാരണം ഈ ഇരിക്കുന്നത് ഞാനാ. ഞാൻ എൻ്റെ ജീവിതം പണയം വെച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും വല്ല കൂലിപ്പണി എടുത്ത് ജീവിക്കേണ്ടി വരുമായിരുന്നു. ഷീലയാണ് എന്നോട് മാപ്പ് പറയേണ്ടത്. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ രാകേഷ്? ഡിവോഴ്സ് കിട്ടിയതിന് ശേഷം നിന്റെ സ്വഭാവം പോയിരിക്കാം. ആരോട് എന്താ സംസാരിക്കേണ്ടെന്ന് ഒരു ബോധവുമില്ല. എന്നെ തിരികെ കിട്ടാൻ വേണ്ടി ഇത്രയും ഭ്രാന്ത് കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഷീല, മൈൻഡ് യുവർ ലാംഗ്വേജ്. ഓക്കെ? രാകേഷ് സാറിനെ കുറിച്ച് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? യു സ്റ്റോപ്പ് ഇറ്റ്. നീ രാകേഷിനെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ നിമിഷം പുറത്താക്കും ഞാൻ നിന്നെ. നാണം ഇല്ലാത്തവൾ. രാകേഷ്, അവസാനായിട്ട് ഞാൻ നിന്നോട് പറയാം, ഇവിടെ നിൽക്കുന്നവരോട് നീ എത്രയും പെട്ടെന്ന് മാപ്പ് പറയും. ഇല്ലെങ്കിൽ ഈ ദിവസം നിന്റെ അവസാനത്തെ ദിവസമായിരിക്കും.
ഷീല, എനിക്കെത്ര സമയമുണ്ടെന്ന് നീ എന്തിനാ വെറുതെ വേവലാതിപ്പെടുന്നത്? നിനക്ക് 20,000 കോടിയുടെ പ്രൊജക്ടിന്റെ കാര്യം ഓർത്തല്ലേ ടെൻഷൻ? അതുകൊണ്ടല്ലേ നീ ഈ രാഹുലിനെ പോലുള്ള ലൂസറിന്റെ അടുത്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത്? സൗത്ത് ദില്ലിയിലെ 3 കുരങ്ങന്മാരാണ് ഇവന്റെ കൂടെ ഉള്ളത്. ശീല, അവനെ വിട്ടേക്ക്. ഇവനോടൊക്കെ സംസാരിച്ച് നീ എന്തിനാ നിന്റെ സ്റ്റാൻഡേർഡ് കളയുന്നത്? നീ അവനെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നെ നീ എന്തിനാ അനാവശ്യമായിട്ട് അവന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എന്നെ നാണം കെടുത്താൻ വേണ്ടിയല്ലേ, റൈറ്റ്? പക്ഷെ നീ ഇതൊക്കെ കാണിക്കുന്നത് ആരുടെയൊക്കെ മുമ്പ് വെച്ചിട്ടാണെന്നുള്ള ബോധം നിനക്കില്ല. രാവും പകലും കഷ്ടപ്പെട്ടിട്ട് സെൽവൻ ഗ്രൂപ്പിനെ ഞാൻ ഇത്രയും ടോപ്പിൽ എത്തിച്ചത്. ഐ വോണ്ട് ലെറ്റ് യു ഡു എനി ഹാം ടു ഇറ്റ്. യു ഗോട്ട് ഇറ്റ്? വെയിറ്റ്, ലെറ്റ് മീ മേക്ക് ഇറ്റ് ക്ലിയർ. സെൽവം ഗ്രൂപ്പിന്റെ CEO ആയിട്ടുള്ള എനിക്ക് ഈ ഇരിക്കുന്ന രാകേഷുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് അറിയിക്കുകയാണ്.